സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മലപ്പുറത്തെത്തുന്ന മുസ്ലിം ലീഗ് മന്ത്രിമാർക്ക് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തകർ സ്വീകരണം നൽകുന്നതിന് ദൃശ്യങ്ങളുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കണ്ടുവരാം. സോണൽ കൃഷ്ണയുണ്ട്. സോണൽ കൃഷ്ണ, സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത് സ്പീക്കറെയും തെരഞ്ഞെടുത്ത ശേഷമാണ് തിരൂരിലേക്ക് ഇറങ്ങുന്നത്. വലിയ സ്വീകരണമാണോ മന്ത്രിമാർക്ക്? ഡോക്ടർ അരുൺകുമാർ, വലിയ ആവേശം തന്നെ നമുക്ക് മലപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയും. മന്ത്രി കുഞ്ഞാലിക്കുട്ടി അതേപോലെ തന്നെ എൻ ഷംസുദ്ദീനും അല്പസമയം മുമ്പാണ് വന്ദേഭാരതിൽ തിരൂരിൽ വന്നിറങ്ങുന്നത്. വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് പ്രവർത്തകരെല്ലാവരും തന്നെ അവരെ സ്വീകരിച്ച് ഇപ്പോൾ ഇതാ ആ മണ്ഡലത്തിലേക്ക് യാത്രയാക്കുന്നത്. ഒരുപാട് പേർ, ഏകദേശം 1000-ഓളം പേർ ഈ റെയിൽവേ സ്റ്റേഷന്റെ പല പരിസരങ്ങളിലായി കേന്ദ്രീകരിച്ച് മുദ്രാവാക്യം വിളികളോടെ കൂടിയിട്ടാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത്. എന്തായാലും അവരുടെ ഒരു വിജയത്തിന്റെ ആഹ്ലാദം, തങ്ങളുടെ മന്ത്രിമാരെ ആ 10 വർഷത്തിന് ശേഷം അവര് ഹൃദയത്തോട് ചേർത്ത് ആഘോഷിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആ കാര്യം. എന്തായാലും ആവേശം ഒരു പടി അപ്പുറത്തേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരെ സംബന്ധിച്ച് പറയാനുള്ളത്. തിരൂരിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരുപാട് പ്രവർത്തകർ, മുസ്ലിം ലീഗിന്റെ ഒരുപാട് പ്രവർത്തകർ ഇങ്ങനെ തടിച്ചുകൂടി നിന്ന് MLA കുർക്കോളി മൊയ്തീനുണ്ട്, എൻ ഷംസുദ്ദീനുണ്ട്, അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിയുണ്ട്. അങ്ങനെ ഓരോരുത്തരെ തങ്ങളുടെ തോളിലേറ്റിക്കൊണ്ട് ഇപ്പോഴിതാ അവരുടെ വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആവേശത്തിന്റെ മറ്റൊരു തലം അത് നമുക്കിവിടെ തിരൂരിൽ നിന്ന് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് അരുൺകുമാർ ഏറ്റവും പ്രധാനമായി പറഞ്ഞു വെക്കേണ്ടത്. ഓക്കെ, സോണൽ കൃഷ്ണയാണ് ഇപ്പോൾ നമുക്ക് പങ്കുചേർന്നത്. തിരൂരിൽ വലിയ ആവേശത്തോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർക്ക് വലിയ സ്വീകരണം ഒരുക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത്. ലീഗ് മന്ത്രിമാർക്ക് സ്വീകരണം നൽകുന്ന കാഴ്ച, വലിയൊരു ആൾക്കൂട്ടം തിരൂരിൽ എത്തിയിട്ടുണ്ട്.